ഡീപ്പ് സ്ട്രക്ചർ, സർഫേസ് സ്ട്രക്ചർ എന്നുള്ള TG ഗ്രാമറിലെ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് ഡീപ്പ് സ്ട്രക്ചറിലും സർഫേസ് സ്ട്രക്ചറിലാണെന്ന് പറയാം. ഓക്കെ, സോ നോം ചോംസ്കി നമുക്കറിയാം വളരെ പ്രശസ്തനായ ലിംഗ്വിസ്റ്റാണ്, അമേരിക്കൻ ലിംഗ്വിസ്റ്റാണ്. അദ്ദേഹം ഈ ഡീപ്പ് സ്ട്രക്ചർ, സർഫേസ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ മൈൻഡിൽ എല്ലാ കാര്യങ്ങളും, നമ്മുടെ മൈൻഡിനൊരു സ്ട്രക്ചറുണ്ട്, ഒരു ഡീപ്പ് സ്ട്രക്ചർ ആൻഡ് എ സർഫസ് സ്ട്രക്ചർ. ഈ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കോൺസെപ്റ്റുകൾ, തോട്ട്സ്, ഐഡിയാസ്, ഫീലിങ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ്. സ്റ്റോർ ചെയ്യുക ഇൻ ദ സെൻസ് എല്ലാത്തിനെയും ഒരു കാറ്റഗറൈസ് ചെയ്ത് തരംതിരിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ. സർഫേസ് സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ വേർഡ്സ് ലാംഗ്വേജ് വി യൂസ് ടു റെപ്രസെൻറ്റ് ഡീപ്പ് സ്ട്രക്ചർ. അതായത് നമ്മൾ നല്ലൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുട്ടിയെ ഒരു ഡോഗ് ഓടിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഡീപ്പ് സ്ട്രക്ചറിലേക്ക് ഇത് വന്നു. ഓക്കെ, ഡീപ്പ് സ്ട്രക്ചറിലേക്ക് എന്ത് വന്നു? ഒരു ഡോഗ് ഓടുന്നത് കണ്ടു, മുമ്പിലൊരു കുട്ടി ഓടുന്നത് കണ്ടു. അപ്പോൾ അവരുടെ ഇമോഷൻ എന്താണ്, ഇനി ആ പട്ടിക്ക് പേ ആണോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ സ്റ്റോറായി. ഇതിനെ നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ പേരൻസിനോടോ ഇല്ലെങ്കിൽ നമ്മുടെ ആരോടെങ്കിലും ഒരു ഫ്രണ്ടിനോടൊക്കെ പറയാണ്. അപ്പോൾ ആ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡീപ്പ് സ്ട്രക്ചറിലുള്ള സാധനത്തെ നമ്മൾ സെൻറ്റൻസ് ആക്കിയിട്ട് അവർ മുമ്പിലേക്ക് അവതരിപ്പിക്കും അല്ലേ. അത് പാസ്റ്റ് ടെൻസിലാവാം, ഫ്യൂച്ചറിലാവാം, പിന്നെ എന്താണ്, അത് ആക്റ്റീവ് വോയിസിലാവാം, പാസീവ് വോയിസിലാവാം, നമ്മളിങ്ങനെ പറയാണ്. അപ്പോൾ ഈ പറയുന്നതാണ് എന്ത്? സർഫസ് സ്ട്രക്ചർ. ഓക്കെ, നമ്മുടെ മൈൻഡിൽ ഈ സ്റ്റോർ ചെയ്ത ഐഡിയാസിനെ നമ്മൾ പുറത്തേക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നോ അതാണ് സർഫസ് സ്ട്രക്ചർ. അപ്പോൾ ഇന്നർ എന്താണ്? നമ്മുടെ യൂണിവേഴ്സൽ ഗ്രാമറാണ്, ഇല്ലെങ്കിൽ നമ്മുടെ ഇന്നേറ്റ്നെസ് ആണ്. നമ്മളൊരു കാര്യത്തെ, നമ്മുടെ ചിന്തകളെ, ഐഡിയാസിനെ, കോൺസെപ്റ്റുകളെ സ്റ്റോർ ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം സർഫസ് സ്ട്രക്ചർ പ്രൊഡ്യൂസസ് ഇറ്റ് ഔട്ട്. ഓക്കെ, ഇറ്റ് കൺവേസ്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ വേർഡ്സ്, ദ ലാംഗ്വേജ് വി യൂസ് ടു റെപ്രസെൻറ്റ് ഡീപ്പ് സ്ട്രക്ചർ. നമ്മുടെ ഡീപ്പ് സ്ട്രക്ചറിലുള്ള കാര്യങ്ങളെ നമ്മൾ എഴുതുന്നു ഇല്ലെങ്കിൽ പറയുന്നതാണ് സർഫസ് സ്ട്രക്ചർ. എക്സാമിന് നമ്മൾ പഠിക്കുന്നു അല്ലേ, പഠിച്ച് നമ്മൾ തലയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഡീപ്പ് സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ എഴുതുമ്പോൾ അത് ഏതാണ്? സർഫസ് സ്ട്രക്ചറാണ് വരുന്നത്. ഓക്കെ, സോ ദ സർഫസ് സ്ട്രക്ചർ ഈസ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് സ്ട്രക്ചർ. ഇറ്റ് റെഫേഴ്സ് ടു ദ സെൻറ്റൻസ് ആസ് ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ഓർ റിട്ടൺ. അപ്പോൾ എന്തിനാണ് ഈ സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? ദ സ്ട്രക്ചർ വിച്ച് വി സ്പീക്ക് ഓർ റൈറ്റ്. ഓക്കെ, അതുപോലെ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ദ അബ്സ്ട്രാക്റ്റ് സ്ട്രക്ചർ ദാറ്റ് അലൗസ് നേറ്റീവ് സ്പീക്കർ ഓഫ് എ ലാംഗ്വേജ് ടു നോ വാട്ട് ദ സെൻറ്റൻസ് മീൻസ്. ഓക്കെ, നമ്മളോട് ഒരാൾ കാര്യം വന്ന് പറയുന്നു, അത് അനലൈസ് ചെയ്ത് നമ്മളതിനെ മനസ്സിലാക്കി എടുക്കുന്നില്ലേ, നമ്മുടെ പ്രീവിയസ് നോളജൊക്കെ കണക്ട് ചെയ്ത് നമ്മളതിനെ മനസ്സിലാക്കി എടുക്കുന്നതാണ് എന്ത്? നമ്മുടെ ആ ഭാഗത്തെയാണ് ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലെറ്റ്സ് കണ്ടിന്യൂ അഗെയിൻ. ദ ഡീപ്പ് സ്ട്രക്ചർ എക്സ്പ്രസ്സസ് സെമാൻറ്റിക് കോണ്ടൻറ്റ്സ് ഓഫ് എ സെൻറ്റൻസ്. അതായത് നമ്മൾ കുറേ വാക്കുകൾ സ്റ്റോർ ചെയ്തിട്ടുള്ളതിൻ്റെ സെമാൻറ്റിക് മീനിങ് ലെവലാണ്, ഇല്ലെങ്കിൽ മീനിങ് കോണ്ടൻസ് ആണ്, ഒരു സെൻറ്റൻസിലെ മീനിങ് ആണ് ഡീപ്പ് സ്ട്രക്ചർ എക്സ്പ്രസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം സർഫസ് സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ് ഡിറ്റർമിൻസ് ദ ഫോണറ്റിക് ഫോം. ഓക്കെ, അത് ഈ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മൈൻഡിന് മാത്രമല്ല, നമ്മൾ പറയുന്ന നമ്മുടെ ലാംഗ്വേജിൻ്റെ 2 ലെവലായിട്ട് നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് ഉള്ള ഭാഗം ഡീപ്പ് സ്ട്രക്ചറും അത് റിട്ടൺ ആയിട്ടോ സ്പോക്കൺ ആയിട്ടോ പറയുന്ന ഭാഗം ഫോണറ്റിക് ഫോമാണ്, ഇല്ലെങ്കിൽ അതെന്താണ്? സർഫസ് സ്ട്രക്ചറാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമറിലാണ് ഇത് വരുമ്പോൾ ഡീപ്പ് സ്ട്രക്ചർ, സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് രണ്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഷോ ദ റിലേഷൻഷിപ്പ് ഓഫ് സെൻറ്റൻസസ്. റിലേഷൻഷിപ്പ്, സെൻറ്റൻസിൻ്റെ റിലേഷൻസ് കാണിക്കാനാണ് നമ്മൾ ഈ ഡീപ്പ് സ്ട്രക്ചറും സർഫസ് സ്ട്രക്ചറും എന്തിൽ ഉപയോഗിക്കുന്നത്? ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമറിൽ ഉപയോഗിക്കുന്നത്. ആരാണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്? ഇറ്റ്സ് ചോംസ്കി. So the deep structure is an abstract level of structural organization in which all the elements determining structural interpretation are represented. Okay, അപ്പോൾ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ അബ്സ്ട്രാക്റ്റ് ലെവലാണ് അല്ലേ. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, പക്ഷേ അതവിടെ ഉണ്ട്. സോ ഇറ്റ്സ് അബ്സ്ട്രാക്റ്റ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ളത്? ഒരു സ്ട്രക്ചറൽ വേയിലാണ്. സോ അപ്പോൾ ഈ ഓരോ എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? അത് റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ അതെന്ത് ചെയ്യുന്നു? ഇൻ്റർപ്രറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ സെൻറ്റൻസസ് ഹാവ് അൾട്ടർനേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, ഇപ്പോൾ ഈ ഡീപ്പ് സ്ട്രക്ചറിലുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാം? പല രീതിയിൽ പല ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒന്നാണ്. ദ സെൻറ്റൻസ് ഹാവ് ഡിഫറെൻറ്റ് സർഫസ് ഫോംസ് ബട്ട് ദ സെയിം അണ്ടർലൈങ് മീനിങ് ഇല്ലേ. ഒരു എക്സാമ്പിൾ, ഞാൻ ചായ കുടിച്ചു എന്ന് പറയുന്നത് ചായയെ ഞാൻ കുടിച്ചു എന്ന് പറയുന്നത് സെയിം മീനിങ് അല്ലേ.
യെസ്. അപ്പോൾ അതാണ് ഒരു ഡീപ്പ് സ്ട്രക്ചറിനെ നമുക്ക് പല രീതിയിൽ പറയാം. ഓക്കെ, നമ്മൾ ആക്റ്റീവ് വോയിസിലുള്ള ഒരു സാധനം നമുക്ക് പാസീവ് വോയിസിൽ പറയാം. SV ഓർഡറിൽ പറയാം, SOV ഓർഡറിൽ പറയാം, അല്ലേ, OSV ഓർഡർ, ഇങ്ങനെ ഏത് ഓർഡറിൽ പറഞ്ഞാലും ആ അണ്ടർലൈൻ മീനിങ് എന്താണ്? ഇറ്റ് വിൽ ബി സെയിം ഓൾവേസ്. ഓക്കെ, അപ്പോൾ സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പല ഫോമിൽ നമ്മൾ പറയുന്നതാണ് സർഫസ് സ്ട്രക്ചർ. പക്ഷേ അതിൻ്റെ ഇന്നർ മീനിങ് ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സെമാൻറ്റിക് എന്താണ് കോണ്ടൻ്റാണ് എന്ത് ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഹൗ സൂപ്പർഫിഷ്യലി ഡിഫറെൻറ്റ് സെൻറ്റൻസ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഇവിടെ ഒരു കാര്യം തന്നെയാണ്. ഇത് നിങ്ങൾ പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ മീനിങ് ഒന്ന് തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലും വരിക. നോക്കുക, ചാർലി ബ്രോക്ക് ദ വിൻഡോ. ചാർലി ജനാല തകർത്തു. ദ വിൻഡോ വാസ് ബ്രോക്കൺ ബൈ ചാർലി. ആ ജനാല ഉടച്ചത് ചാർലിയാണ്. ചാർലി ഹൂ ബ്രോക്ക് ദ വിൻഡോ. ആരാണോ ആ ജനാല ഒടിച്ചത് തകർത്തത് അത് ചാർലിയാണ്. വാസ് ദ വിൻഡോ ബ്രോക്കൺ ബൈ ചാർലി. ആ ജനാല തകർത്തിരിക്കുന്നത് ചാർലിയാണോ? എങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ചാർലി എന്ന് പറയുന്ന ആൾ ജനാല എന്ന് പറയുന്ന ഒരു സാധനം അത് ബ്രോക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് തകർത്തിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ നമ്മുടെ ഡീപ്പ് സ്ട്രക്ചറിൽ വന്നു. അതിന് ഏത് രീതിയിൽ പറഞ്ഞാലും നമുക്ക് അർത്ഥം തന്നെയല്ലേ കിട്ടുക? യെസ്. അപ്പോൾ അതിൻ്റെ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ മീനിങ് ആണ്. അത് പല രീതിയിൽ പറയുന്നത് അതിൻ്റെ സർഫസ് സ്ട്രക്ചറാണ്. സോ ദ ഡിഫറൻസ് ഇൻ ദെയർ സർഫസ് സ്ട്രക്ചർ, ഡിഫറൻസ് ഇൻ സിൻടാക്റ്റിക് ഫോം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ പറയുമ്പോഴും അതിന് എന്തുണ്ട്? സിൻടാക്റ്റിക് ഫോം മാറുന്നുണ്ട്. ബട്ട് ദേ ഹാവ് ദ സെയിം ഓർ അണ്ടർലൈനിങ് ഡീപ്പ് മീനിങ്. ഓക്കെ, ദേ ഹാവ് സെയിം അണ്ടർലൈൻ ഡീപ്പ് മീനിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് സർഫസ് സ്ട്രക്ചർ ആൻഡ് ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക്സിലെ ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.